വീണ്ടും ഈ രാത്രിയിലും നിങ്ങളോട് ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ ഈ സമയം വളരെ ഒരു ഭാഗ്യകരമായ അവസ്ഥയായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രത്യേകിച്ച് ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവവചനം വളരെ ആവലോടെ കേൾക്കുന്ന, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സഭയാണ് ന്യൂ ലൈഫ് AG ചർച്ച് എന്ന് എനിക്കറിയാം. ഈ രാത്രികാലവും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നത്, നാം ധ്യാനിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും, ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ 2 ദിവസം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ച ദൈവദാസന്മാർക്കും ദൈവസഭയോടുമുള്ള നന്ദിയെ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. ഇന്നലെ ഞാൻ സംസാരിച്ച ആ ഒരു ഭാഗത്തിന് അനുബന്ധമായി നാം ശിഷ്യത്വത്തിൽ നേരിടുന്ന വേറെ ഒരു വെല്ലുവിളിയെ കുറിച്ചാണ് ഈ രാത്രികാലം നിങ്ങളോട് സംസാരിപ്പാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിഞ്ഞവരാണ് ശിഷ്യന്മാർ. അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കിയവർ, ദൈവരാജ്യത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവർ, ദൈവരാജ്യത്തിന്റെ ആ വലിയ ഒരു ഇൻഫ്ലുവൻസ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടവർ. അങ്ങനാണ് ദൈവസഭയെ, ദൈവിക ആ ശിഷ്യന്മാരെ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ട് നമ്മെ ഓരോരുത്തരെയും വിളിച്ചതും. സഭയുടെ ഉദ്ദേശം, ഇന്ന് ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ആ ശക്തിയെ, അതിന്റെ സ്വാധീനത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 8, 9, 10 വാക്യങ്ങൾ, 10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിലുള്ള ഏറ്റവും വലിയ ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആത്മികമായിട്ട് ഭാഗികമായ ദൃഷ്ടി പ്രാപിച്ചവർ, സ്പഷ്ടമായി ദൈവിക പ്ലാനുകൾ, ദൈവിക പദ്ധതികൾ, ജീവിതത്തിന്റെ വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവ് നഷ്ടപ്പെട്ടവരായി നമുക്ക് തീരാം. അതാണ് പത്രോസിന് സംഭവിച്ചത്. അതാണ് ദൈവസഭയ്ക്ക് ഇന്ന് സംഭവിച്ചത്. ഭാഗികമായ ഒരു ദർശനം കിട്ടി, യേശുവിനെ കർത്താവെന്ന് അംഗീകരിച്ചു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, വേർപെട്ട സമൂഹങ്ങളിൽ നാം നിലകൊള്ളുന്നു. എന്നാൽ നമ്മുടെ വിഷൻ, ഒരു കറക്ഷൻ ആവശ്യമാണ്. ഈ ലോകത്തിന്റെ തലതിരിഞ്ഞ മൂല്യങ്ങളെ അതുപോലെ മനസ്സിലാക്കുന്നവരല്ല ശിഷ്യന്മാർ, മറിച്ച് അതിനെ ശരിയായിട്ട് കാണുവാൻ ദൈവാത്മാവ് നമ്മെ രണ്ടാമത് എന്ന് തൊടേണ്ട ആവശ്യകത. ഇന്ന് അടുത്ത ഭാഗത്തേക്കാണ്, അടുത്ത അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ദയവായിട്ട് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിളിൽ അത് നോക്കിയാട്ടെ. 11-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അതിനുശേഷം 20-ഉം 21-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. പിറ്റേന്നാൾ അവർ ബെഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അതിന്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഈ ഭാഗത്ത് നിന്നാണ് നാം ശിഷ്യത്വത്തിൽ
നേരിടുന്ന രണ്ടാമത്തെ വെല്ലുവിളി വളരെ സമകാലിക പ്രാധീനതയുള്ള ഒരു സഭയായി, പെന്തക്കോസ്ത് സമൂഹമായി, മലയാളി പെന്തക്കോസ്ത് സമൂഹമായി നാം നേരിടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ വെല്ലുവിളിയെ കുറിച്ചാണ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങളോട് പറയുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നു. ഈ ഭാഗം വളരെ നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. ഈ ഭാഗത്തെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധകളെ തിരിക്കാം. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ, 2 ഭാഗങ്ങളായിട്ടാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും 2 ഭാഗങ്ങളായിട്ടാണ് മർക്കോസ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. 2 ഭാഗങ്ങളായിട്ട് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അതിനുശേഷം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ ഇത് ചെറിയ 3-4 വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് നാം അതിനെ കാണുന്നത്. ഇപ്പോൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ഓൺലി മിറക്കിൾ ഓഫ് ഡിസ്ട്രക്ഷൻ ഇൻ ദ കാനോനിക്കൽ ഗോസ്പൽ. ഈ ഗോസ്പൽസ് വായിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു അത്ഭുതം ചെയ്ത് ഒരു സംഗതിയെ നശിപ്പിച്ച ഒരു ഭാഗം മാത്രമേ നാം കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന് എതിരായിട്ട് എഴുതിയ പല ചിന്തകന്മാർ അതിനെ വളരെ നെഗറ്റീവായിട്ടാണ് കണ്ടത്. ഞാൻ ഈയിടെ വായിക്കായിരുന്നു, ബ്രട്ടൺ റസൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ എഴുതിയിരിക്കുന്നത്, ഇറ്റ്സ് എ വിൻഡിക്കേറ്റീവ് ഫ്യൂരി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു പ്രതികാര ക്രോധമുള്ള മനുഷ്യനായ യേശുക്രിസ്തു. ഇതിനെ നോക്കി പറയുക, അല്ലെങ്കിൽ അത്തിവൃക്ഷത്തിന്റെ സമയമല്ലായിരുന്നു, ആ സമയത്ത് ഈ അത്തിവൃക്ഷത്തെ നോക്കി ഇത് നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അതിനെ കരിക്കുന്ന ഒരു യേശുവാണോ നിങ്ങളുടെ യേശു? അപ്പോൾ മനസ്സിലാക്കണം, പലരും അതിനെ വളരെ വ്യത്യസ്തതയോടെയാണ് കണ്ടത്. എന്നാൽ ഈ ഭാഗം ഇന്ന് രാത്രി മനസ്സിലാക്കുമ്പോൾ ഒന്നുകൂടെ ആഴമായിട്ട് ശിഷ്യത്വത്തിൽ വരാവുന്ന വലിയ ഒരു വെല്ലുവിളി മനസ്സിലാക്കുവാൻ നമ്മുടെ ആത്മീയ കണ്ണുകൾ ദൈവം തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു സൂപ്പർഫിഷ്യൽ റീഡിങ്ങിൽ നമുക്ക് തോന്നുന്നത് ഇത് വിശ്വാസത്തെ പറ്റി പഠിപ്പിക്കുവാനാണ് യേശു ഈ അത്ഭുതം ചെയ്തതെന്നാണ്. അതിന് കാരണമുണ്ട്. കാരണം 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട്, തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് തോന്നും യേശുക്രിസ്തു ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്തത് വിശ്വാസത്തെ പറ്റി അവരോട് പറയുവാൻ, അത് പഠിപ്പിക്കുവാനാണ്. ഇതിനെ പല രീതിയിൽ പഠിപ്പിക്കുന്ന, ചിത്രീകരിക്കുന്ന, നമ്മുടെ ആ പവർ ഓഫ് ടങ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറയുന്ന പല വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പഠിപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗം ഒന്നുകൂടെ ഒരു ക്ലോസ് ഇവാലുവേഷനിൽ മനസ്സിലാക്കും, യേശുക്രിസ്തുവിന്റെ അടുത്ത ഒരു ഇനാക്റ്റഡ് പാരബിൾ ആണിത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ആ 2 സ്റ്റേജിലുള്ള ഒരു ഹീലിംഗ്, ഇറ്റ് ഈസ് എൻ ഇനാക്റ്റഡ് പാരബിൾ. യേശുക്രിസ്തു ഒരു ഉപമ അവരോട് പറയുകയല്ല, മറിച്ച് യേശുക്രിസ്തു ഒരു പ്രത്യേക കാര്യം ചെയ്തു കാണിച്ച് അതിൽ നിന്ന് ഒരു പാഠം, വിലയേറിയ ആത്മീയ പാഠം അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, അത് 4ാം സെഞ്ചുറി തൊട്ട് കമന്റേറ്റേഴ്സ് അതിനെക്കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇറ്റ്സ് എൻ ഇനാക്റ്റഡ് പാരബിൾ. ഇപ്പോൾ യേശുക്രിസ്തു അതിലൂടെ ചെയ്തു കാണിക്കുന്ന ഒരു, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വലിയ ഒരു ആത്മീക കാര്യമുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെയും മർക്കോസ് ഉപയോഗിക്കുന്ന ഒരു സാൻഡ്വിച്ച് കൺസ്ട്രക്ഷൻ മനസ്സിലാക്കിയെങ്കിലേ മനസ്സിലാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും എന്താണ് സാൻഡ്വിച്ച് എന്നുള്ളത് അറിയാം. 2 ബ്രെഡ് കഷണത്തിന്റെ ഇടയ്ക്ക് നാം എന്തെങ്കിലും വെച്ച്, അതിപ്പോൾ ചിലപ്പോൾ ഒരു ബർഗർ ആയിരിക്കാം, ചിലപ്പോൾ ചീസ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾ ആയിരിക്കാം. ഇപ്പോൾ അതേ ഒരു സ്ട്രക്ചറാണ്. ഞാൻ ഇന്നലെ അത് നിങ്ങളെ കാണിച്ചു, മാർക്കൻ സാൻഡ്വിച്ച്. രണ്ട് കുരുടന്മാരുടെ ഇടയിൽ യേശുക്രിസ്തു ആ സംഭവങ്ങൾക്കിടയിൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ there is a Markan sandwich here. ഒന്ന്,
Look at 12 to 14, verses 12 to 14. അത്തിമരത്തെ ശാസിക്കുന്ന യേശു. A part, cursing the fig tree. അതിന്റെ ഇടയ്ക്ക് 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ there is that incident of clearing the temple, cleansing the temple. ദേവാലയത്തിൽ ശുദ്ധീകരണം ചെയ്യുന്ന ഒരു നിർമാർജനം നടത്തുന്ന യേശുവിനെ കുറിച്ചാണ് 15 മുതൽ 19 വരെ വാക്യം. അതിന്റെ 20ഉം 21ഉം അതിന്റെ 23ഉം 24ഉം വാക്യങ്ങൾ പിന്നെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 20ഉം 21ഉം വായിക്കുമ്പോൾ ഈ അത്തിവൃക്ഷം ഉണങ്ങിപ്പോകുന്ന അവസ്ഥയെ കുറിച്ച് വായിക്കുന്നു. അപ്പോൾ ഈ ഭാഗം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നാം മനസ്സിലാക്കണം, ഈ മാർക്കൻ സ്ട്രക്ചറിനെ, ഈ സാൻഡ്വിച്ച് കൺസ്ട്രക്ഷനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യേശുവിന്റെ ഈ പാരബിൾ, ഈ ഇനാക്റ്റഡ് പാരബിൾ അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. അതാണ് ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ എന്ന് പെട്ടെന്ന് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പണ്ട് മുതൽ കൊച്ചിലെയൊക്കെ ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, യേശു എത്ര ക്രൂരനായ ഒരു മനുഷ്യനാണ്, അല്ലെ? അല്ലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി, അവിടെ മർക്കോസ് വ്യക്തമായിട്ട് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇത് അത്തിവൃക്ഷത്തിന്റെ ഫലമുണ്ടാകുന്ന ഒരു സീസൺ അല്ലായിരുന്നു, അല്ലെ? ആ ഭാഗം നന്നായിട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ എഴുതിയിട്ടുണ്ട്, അതിനരികെ എത്തിയപ്പോൾ അവൻ ഇലയല്ലാതൊന്നും കണ്ടില്ല, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. പിന്നെ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അയ്യോ, ഈ അത്തിവൃക്ഷത്തെ ശപിച്ച ഉണക്കിക്കളഞ്ഞ് യേശു എത്ര ക്രൂരനായ യേശുവാണ്. അതാണ് ബ്രട്ടൺ റസൽ പറഞ്ഞത്, the vindicative fury of your Lord. എന്നാൽ ഈ ഭാഗം ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. ചില നിമിഷങ്ങൾ എടുത്ത് ഈ ഭാഗം നിങ്ങൾക്ക് എന്ന് കാണിച്ചു തരാം, ആ ഭാഗം ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി. സാധാരണയായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസം വരെയാണ് അത്തിയുടെ വിളവെടുപ്പ് നടക്കുന്നത്. ഒരു മിഡ് ഓഗസ്റ്റ് ടു മിഡ് ഒക്ടോബർ ആണ് സാധാരണയായി അത്തിയുടെ വിളവെടുപ്പ് നടക്കുന്നത്. എന്നാൽ അതിനുശേഷം മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അത്തിയുടെ മൊട്ടുകൾ ഇതിൽ പിന്നെ കിളുത്തു തുടങ്ങും. അതിന് ഹീബ്രുവിൽ പറയുന്നത് പഗീം എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏർലി ഗ്രീൻ അല്ലെങ്കിൽ എഡിബിൾ ആയിട്ടുള്ള, നമുക്ക് കഴിക്കുവാൻ പറ്റുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള അത്തിക്കായകൾ ഇതിലുണ്ടാകും. അതിനുശേഷമാണ് സാധാരണ ഇല ഇതിലുണ്ടാകുന്നത്. അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോൾ ഈ പഗീം അതിന്റെ വേറെ വേറെ മാച്ചുറേഷൻ പ്രോസസ്സിൽ അതിങ്ങനെ മൂത്ത് വരുന്ന ആ സമയമാണ് കാണുന്നത്. പല മാച്ചുറേഷൻ പ്രോസസ്സിൽ ഈ അത്തിക്കായ്കൾ സാധാരണയായിട്ട് കാണും. സാധാരണ അത്തിപ്പഴത്തെ അവർ വിളിക്കുന്നത് ടിനിം എന്ന് പറയുന്ന വേറൊരു പദമാണ്. അതാണ് ശരിക്കുമുള്ള സീസണിലുള്ള നന്നായിട്ട് കായ്ച്ച് കഴിക്കുവാൻ പറ്റുന്ന ആ അത്തിപ്പഴത്തിന് വേറെ ഒരു പേരാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിന് ഉപയോഗിക്കുന്ന പേര് വേറെ ഒരു പേരാണ്. കാരണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് എഡിബിൾ, ഭക്ഷണയോഗ്യമാണ്, ഭക്ഷ്യയോഗ്യമാണ്. എന്നാൽ ഇത് അതിൻ്റെതായ സീസണിൽ ഉള്ളതല്ല. അതുപോലെ തന്നെ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണയായിട്ട് ഈ അത്തിക്കായ്കൾ, ഈ പൊട്ടുകായ്കൾ ഉണ്ടായ ശേഷം ഉണ്ടാകുന്ന കാര്യമാണ് ഈ ഇലകൾ ഇതിലുണ്ടാകും. ഇതിൽ ഇലകൾ ധാരാളമായിട്ടുണ്ടാകും. അതിനുശേഷം ഉണ്ടാകുന്നത് കൊണ്ട് ന്യായമായി ഇലകൾ കാണുമ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ആശ എന്ന് പറയുന്നത്, ആ ഇതിനെ നോക്കുമ്പോൾ ഭക്ഷ്യയോഗ്യമായ ഈ അത്തിക്കായ്കൾ ന്യായമായി ഇതിൽ കാണുമെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇലകൾ ഉണ്ടെങ്കിൽ, കാരണം ആ സീസണിൽ ഈ പഗീം എന്ന് പറയുന്ന ഈ പൊട്ടുകായ്കൾ അത് ഭക്ഷ്യയോഗ്യമാണ്, ഇത് അതിൽ ഉണ്ടാകും എന്നുള്ള ഒരു ആശ ഉണ്ട്. അങ്ങനെ സാധാരണ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ഇലകൾ ഉണ്ടെങ്കിൽ ന്യായമായിട്ട് ഭക്ഷ്യയോഗ്യമായ അത്തിക്കായ്കൾ അതിനകത്ത് കാണും. അതുകൊണ്ടാണ് യേശു ഈ സമയത്ത് ഈ അത്തിവൃക്ഷത്തെ അതിൻ്റെ ഇലകൾ കണ്ടിട്ട്
അവിടെ പോയി നോക്കുന്നത്. ദൂരത്ത് നിന്ന് കണ്ടു, അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല താനും. അപ്പോൾ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലായി, it was of course not the season for figs, but it was for the pagins. ആ കായ്കൾ ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു. ഇവിടെ എന്താണ് ഈ അത്തിവൃക്ഷത്തിന്റെ ഒരു പ്രശ്നം? It gave an appearance as if there are fruits, but in actuality there is no fruit. അതിന്റെ പ്രശ്നം ഇതാണ്, there are signs of fruit, but there is no fruit. ഒരാൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, it advertised itself as having fruits, but there is no fruit. ഞാൻ സാധാരണയായിട്ട് ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ ഇവിടെ ഈ വലിയ മോൾസിലൊക്കെ ചില സമയത്ത് ചെല്ലുമ്പോഴത്തേക്ക് സെയിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ഈ ചമല ബോർഡില് 50%, 70% സെയിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി അകത്ത് നോക്കുമ്പം 2 ചെരുപ്പ് എവിടുന്നേലും എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് മാത്രമേ സെയിലുള്ളൂ. അതുപോലെ ഉള്ള ഒരു സംഗതിയാണ് ഇവിടെ കാണുന്നത്. എന്താണ്? വലിയ ഒരു പ്രകടനമുണ്ട്, അല്ലെങ്കിൽ നാം ബാഹ്യമായി നോക്കുമ്പോൾ ഇതില് മരത്തിൽ അത്തി ഉണ്ടെന്ന്, ഈ പകിയുമുണ്ടെന്ന് തോന്നിക്കുമാറ് ഇലകളാൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇൻ ആക്ച്വാലിറ്റി അത് നോക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, യഥാർത്ഥത്തിൽ വിശക്കുന്നവന് ഭക്ഷണയോഗ്യമായ അത്തി ഇതിലില്ലാത്ത ഒരനുഭവം. അപ്പോൾ മനസ്സിലാക്കണം, he was not being cruel, he was teaching them something. അവരെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ യഹൂദന്മാരെ വ്യക്തമായി ചില കാര്യങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. ഇത് ചെയ്യുന്നതിലൂടെ, ത്രൂ ദിസ് ഇനാക്റ്റഡ് പാരബിൾ, ഇതിലൂടെ, ഈ ആക്ട് ചെയ്ത ഉപമയിലൂടെ യേശുക്രിസ്തു അവരെ എന്തോ പഠിപ്പിക്കുക. ഇത് പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സാൻഡ്വിച്ചിന്റെ അകത്തുള്ള കാര്യം നോക്കണം. അതാണ് നാം ഇന്ന് രാത്രിയിൽ പ്രധാനമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത്. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം നാം വായിച്ച ആ ഭാഗങ്ങളിൽ 15, 16, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു എന്താണ് ഈ ഇനാക്റ്റഡ് പാരബിൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, there is a temple religion. എനിക്കറിയാം ആ ഭാഗം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. There is a temple religion, there is a temple cult. അതാണ് അവിടെ കാണുന്നത്. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് പരിചിതമായ ഭാഗമായതുകൊണ്ട് ഓരോ വാക്യങ്ങളും വായിച്ച് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കണം, എന്താണ് യേശുക്രിസ്തു ഈ ഇനാക്റ്റഡ് പാരബിളിലൂടെ ശിഷ്യന്മാരോട്, യഹൂദന്മാരോട്, ശാസ്ത്രിമാരോട്, മഹാപുരോഹിതന്മാരോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. There is a temple religion. ഇപ്പോൾ ഹെരോദാവിന്റെ ആ വലിയ ദേവാലയത്തിന്റെ ചുറ്റിലുമുണ്ടായ ചില ബിസിനസ്സുകൾ അവിടെ ഉണ്ട്, ചില ട്രഡീഷൻസ് ഉണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ ഒരു മതവ്യവസ്ഥിതി അതിലുണ്ട്. മനസ്സിലാക്കണം, 3 കാര്യങ്ങൾ പറയുമ്പോൾ ഈ മതവ്യവസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കും. ഒന്ന്, ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ ടെമ്പിൾ റിലീജിയൻ. ഒരു ദേവാലയ മതമുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ ആയുള്ള, സുഖലോലുപതയുള്ള ഒരു ദേവാലയ മതം അവിടെ പതുക്കെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. 2, ഇറ്റ് ഈസ് എ പ്രോഫിറ്റബിൾ റിലീജിയൻ. ആദ്യത്തെ പറഞ്ഞു, ഒരു സുഖലോലുപതയുള്ള, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിലീജിയൻ ഈ ദേവാലയത്തെ ചുറ്റിപ്പറ്റി അതിന്റെ ബിസിനസ്സുകൾ, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ അനുഷ്ഠാനങ്ങൾ, അതിന്റെ ചടങ്ങുകൾ, അവിടെയുള്ള യാഗങ്ങൾ, അവിടെയുള്ള നേതൃത്വം, ഇതെല്ലാം ഈ ദേവാലയത്തെ ചുറ്റിപ്പറ്റി ഒരു ദേവാലയ മതം, ഒരു കൾട്ട് തന്നെ അവിടെ രൂപപ്പെടുകയാണ്.
ഒന്ന്, ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ ടെമ്പിൾ റിലീജിയൻ. രണ്ട്, ഇറ്റ് ഈസ് എ പ്രോഫിറ്റബിൾ ടെമ്പിൾ റിലീജിയൻ. ഇവിടെ ഒത്തിരി ബിസിനസ്സുകാരുണ്ടെന്നേ, ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നേ, ഇതിനെ ചുറ്റിപ്പറ്റി തന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒത്തിരി പേരുണ്ടെന്നേ, ഇതിനെ ചുറ്റിപ്പറ്റി തങ്ങളുടെ വയറുകൾ നിറയ്ക്കുന്നവരുണ്ടെന്നേ, ബിസിനസ് ചെയ്യുന്നവരുണ്ടെന്നേ. മൂന്നാമതായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൽഫ് സർവിങ് ടെമ്പിൾ റിലീജിയൻ. അത് മലയാളത്തിൽ പറഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സമ്പ്രദായം ഇവിടെയുണ്ട്. എന്തിനാ ടെമ്പിൾ? എന്തിനാ? ആ ഭാഗം പിന്നീട് വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിക്കാം എന്താണ് ഈ സെൽഫ് സർവിങ്, സ്വയം സേവിക്കുന്ന റിലീജിയന്റെ, വേലി തന്നെ വിളവ് തിന്നുന്ന ഈ റിലീജിയന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരെ വിളിച്ചത്, ഈ ടെമ്പിളിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ജാതികൾ, കുരുടന്മാർ, അന്ധന്മാർ, പരദേശികൾ, അവര് വന്ന് ദൈവത്തെ ആരാധിക്കേണ്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദേവാലയം എന്ന് പറയുമ്പോൾ നാം വിചാരിക്കും ഒരു ഹോള് പോലെയാ. അതല്ല. നമുക്ക് ദേവാലയത്തെ കുറിച്ച് അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 4 പ്രത്യേക ഏരിയയിലുണ്ട്. അവിടെ ദ കോർട്ട് ഓഫ് ദി ജെന്റൈൽസിനാണ്, ഇപ്പോൾ ജാതികൾക്ക് ആരാധിക്കുവാൻ നൽകപ്പെട്ട സ്ഥലത്തിലാണ് യേശു ക്രിസ്തു കടന്നു ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഒരു 35 ഏക്കറുള്ള സ്ഥലമാണ്. ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായത് ഇത് കുറച്ച് സ്ഥലമൊന്നുമല്ല, 35 ഏക്കർ ഉള്ള ഒരു സ്ഥലമാണ് ഈ ജെന്റൈൽ കോർട്ട് എന്ന് പറയുന്ന സ്ഥലം തന്നെ. എന്തിനു വേണ്ടിയാ? കുരുടന്മാർ, അന്ധന്മാർ, ജാതികൾ, പരദേശികൾ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അത് കച്ചവടം നടക്കുന്ന, സുഖലോലുപതയുള്ള, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ലാഭകരമായ, സ്വയം സേവിക്കുന്ന, സെൽഫ് സർവിങ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ കൾട്ടിന്റെ, ഒരു മതത്തിന്റെ ഒരു ഭാഗമായി ഈ ഭാഗം മാറിക്കഴിഞ്ഞു. ഞാന് ഈ ഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ. ദൈവസഭയ്ക്ക് പറ്റിയ വലിയൊരു അബദ്ധം അതല്ലേ? ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിലീജിയൻ, അതല്ലേ നമ്മുടെ ഇന്നത്തെ പ്രസംഗങ്ങളിലൊക്കെ വളരെ ശക്തമായി പ്രതിഫലിക്കുന്നത്? ഇങ്ങോട്ട് പോലെ രോഗമില്ല, ദുഃഖമില്ല, പ്രയാസമില്ല, വെച്ചടി ഉയരത്തിലേക്ക് പോകുന്ന, 10 കൊടുത്താൽ 100 കിട്ടുന്ന, 100 കൊടുത്താൽ 1000 കിട്ടുന്ന ഒരു റിലീജിയൻ. 3 തലമുറ മുമ്പ് കഷ്ടതയിൽ ദൈവം നമ്മളെയൊക്കെ, കഷ്ടതയിൽ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിച്ചു. അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടി. ഇനിയിപ്പോ ഒന്നും ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ഇനി മിഷനും വേണ്ട, ഒന്നും വേണ്ട, ഈ സുഖലോലുപതയിൽ എന്ന് ജീവിക്കാം. ഇറ്റ്സ് എ പ്രോഫിറ്റബിൾ റിലീജിയൻ അല്ലേ? ഇതിന്റെ ചുറ്റുപറ്റി, ഈ ടെമ്പിൾ റിലീജിയനെ ചുറ്റുപറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരില്ലേ, വയറ്റിപ്പഴപ്പിന് പലതും കാണിച്ചു കൂട്ടുന്ന, എന്തും ഏതും ചെയ്യുവാൻ മടിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ, ഇതിനെ ഒരു ബിസിനസ് ആക്കി തീർത്ത ഒരു കൂട്ടം മനുഷ്യർ, സ്വയം സേവിക്കുന്ന, വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ദൈവസഭ മാറിയില്ലേ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. It was called to be a reservoir of God's blessing. It was not called to be a reservoir of God's blessing. It was called to be a channel of God's blessing. ഇത് അനുഗ്രഹത്തിന്റെ ഒരു സംഭരണിയായിട്ട് വിളിക്കപ്പെട്ട ദൈവസഭ അല്ലല്ലോ. ഞാൻ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെയൊക്കെ സഭകളെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിങ്ങനെ കിട്ടി ഇതൊരു സംഭരണിയായി മാറുന്ന, ഒരു റിസർവോയർ ആയിട്ട് മാറുന്ന, ദൈവിക അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അത് സംഭരിക്കുന്ന ഒരു ഇടമല്ലല്ലോ ദൈവസഭ. നമ്മുടെ ജീവിതങ്ങൾ, we were called to be a channel of God's blessing. മറ്റുള്ളവരേക്ക് അനുഗ്രഹം പകരുന്ന ഒന്നല്ലേ ദൈവസഭ? അതാണ്
12-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിംഗ്. യു വിൽ ബി എ ചാനൽ ഓഫ് ഗോഡ്സ് ബ്ലെസ്സിംഗ്. വേലി തന്നെ വിളവ് തിന്നുന്ന ഒന്നല്ല ദൈവസഭ. എന്നാൽ മറ്റുള്ളവർക്ക് അവരിലേക്ക് അനുഗ്രഹങ്ങൾ എത്തിച്ചേർക്കുന്ന ഒന്നാണ് ദൈവസഭ. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ഈ മിഷൻ ഇവര് കളഞ്ഞു കുളിച്ചു. ജാതികൾക്ക് ആരാധിക്കേണ്ട, പരദേശികൾക്ക് വന്ന് ആരാധിക്കേണ്ട, അവിടെ മുടന്തർക്ക്, കുരുടന്മാർക്ക് ദൈവത്തിന്റെ ആ വഴികളെ അറിയുന്ന, സൗഖ്യം പ്രാപിക്കേണ്ട ഈ കോർട്ട് ഓഫ് ജെന്റൈൽ ഇതൊരു വാണിജ്യ കേന്ദ്രമായി മാറി, ഒരു സ്റ്റോക്ക് മാർക്കറ്റായി മാറി. ആനിമൽ ഡീലേഴ്സ് അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചേഴ്സിനെ കൊണ്ട് ഇത് നിറഞ്ഞു. ഇപ്പോൾ ഇവിടെ എന്തിന് സ്ഥലമില്ലെന്നറിയാമോ? ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, യാഗം കഴിപ്പാൻ ഒരു ജെന്റൈൽ ആയിട്ടുള്ള ജാതീയ മനുഷ്യന് വന്ന് ദൈവത്തെ കാണുവാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. കാരണം ഇത് മറ്റുള്ളവരാൽ നിറഞ്ഞിരിക്കുക. ഒരു പ്രോഫിറ്റബിൾ റിലീജിയസ് കൾട്ട് ഇവിടെ സ്ഥാനമെടുത്തിരിക്കുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവരൊക്കെ ചിന്തിച്ചത് തന്നെ വളരെ വികലമായ, മശിഹായെ കുറിച്ചുള്ള അവരുടെ ചിന്ത തന്നെ വളരെ വികലമായിരുന്നു. ഞാനൊന്ന് വ്യക്തമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാം. നമ്മുടെ ബൈബിളിൽ ഇല്ലാത്ത അപ്പോക്രിഫൽ ലിറ്ററേച്ചറിലുള്ള ഒരു പ്രത്യേക പുസ്തകമാണ് സോങ് ഓഫ് സോളമൻ. സോങ് ഓഫ് സോളമൻ അതിന്റെ 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവർക്കുള്ള ഒരു പ്രത്യാശ എന്ന് പറയുന്നത്, അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, there will be a Davidic king, ഒരു മശിഹ വരും. ആൻഡ് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? The popular expectation is he will purge Jerusalem and the temple of all Gentiles and foreigners. മനസ്സിലാകുന്നുണ്ടോ? ഈ മശിഹായെ കുറിച്ച് അവരുടെ ഇതെന്ന് പറയുന്നത്, അവർ ചിന്തിച്ചു വച്ചിരുന്നത്, ശാസ്ത്രിമാരും പരീശന്മാരും സഭാ നേതാക്കന്മാരും ചിന്തിച്ചത്, വരുന്ന മശിഹ ചെയ്യുവാൻ പോകുന്നത് യെരുശലേമിൽ നിന്ന്, ദൈവാലയത്തിൽ നിന്ന് പരദേശികളെ, ജാതീയരായിട്ടുള്ള മനുഷ്യരെ ഇറക്കി ഇത് ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ച ഒരു കൂട്ടം മനുഷ്യർ. ഇപ്പോഴാ യേശുക്രിസ്തു അവിടെ ആ ഭാഗത്ത് പറയുന്നത് വളരെ ശ്രദ്ധയായിട്ട് നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. അതിന്റെ 17-ാം വാക്യത്തിൽ, പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് അവരോട് പറഞ്ഞു. എന്താ പറയുന്നത്? ഇത് ഞാൻ ഇവരെ ഇറക്കി വിടുവാനല്ല വന്നത്, ഞാൻ ഇവരെ ഇറക്കി വിട്ട് ഒരു പ്രത്യേക ഭാഗം, ഒരു രാജ്യം സ്ഥാപിക്കാൻ അല്ല വന്നത്, യഹൂദ മതത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്, മറിച്ച് എന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. കുരുടന്മാർ, മുടന്തന്മാർ, ജാതികൾ വന്ന് സത്യ ദൈവത്തെ കാണുന്ന ഒരു ആലയമാണ് ഇത്, അല്ലാതെ ഇത് കള്ളന്മാരുടെ ഗുഹയല്ല. ഞാൻ നിങ്ങളെ പെട്ടെന്ന് ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെന്ന് തിരിക്കാം. യേശുക്രിസ്തു ഈ ഭാഗം പറയുന്നത് യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 56-ാം അധ്യായത്തിൽ നിന്നാണ്. 56-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ആണ്. 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും യേശുക്രിസ്തു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും. അതിന്റെ 6, 7 വാക്യങ്ങളിൽ 7-ാം വാക്യത്തിന്റെ അവസാനമാണ് നാം കാണുന്നത്, എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. This temple is for others. It's not just existing for itself or for others, the religious leaders. ഇത് കുരുടന്മാർക്കുള്ളതാണ്, ഇത് മുടന്തന്മാർക്കുള്ളതാണ്, ഇത് ജാതികൾക്കുള്ള ഒരു സാക്ഷ്യമായിട്ടാണ്. ഇറ്റ്സ് എ വിറ്റ്നസ് ഫോർ ദ നേഷൻസ്. It's a place for anyone who loves the name of the Lord, who may come to worship. അതിന്റെ 6-ാം വാക്യം എന്ന് വായിച്ചു നോക്കിയേ. യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ, ആർക്ക് വേണ്ടിയുള്ളതാ?
ഇത് നമുക്ക് കിടന്ന് കളിക്കുവാനുള്ള സ്ഥലമല്ലെന്നേ. ഇത് ആർക്ക് വേണ്ടിയുള്ളതാ? യഹോവയോട് ചേർന്ന് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ട അന്യജാതിക്കാരെ. അതിനുശേഷം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അവരോട്, അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂടെ കൂട്ടിച്ചേർക്കും. ഇറ്റ്സ് എ പ്ലേസ് വേർ ഗോഡ് വിൽ ഗ്യാദർ സ്റ്റിൽ അതേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമുക്ക് പൊളിറ്റിക്സ് കളിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, സെൽഫ് സർവിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുവാനുള്ള ഒരു സ്ഥലമല്ല. അതിനപ്പുറമായി ദൈവത്തിന് ദൈവസഭയെ കുറിച്ച് വലിയ ഒരു ഉദ്ദേശമുണ്ട്. ജാതികൾക്ക് ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതിനുള്ള സ്ഥലമാണ്. ജാതികൾ വന്ന് ദൈവത്തെ ആരാധിക്കേണ്ട, ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു സ്ഥലമാണ് ദൈവസഭ. അങ്ങനെ ഒരു മിഷൻ ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം എപ്പോഴും കൊടുത്തിട്ടുണ്ട്. But temple has become an organ of religious exploitation. ചൂഷണം ചെയ്യുന്ന, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന, മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ഒരു ഭാഗമായി, ഒരു ബാരൻ റിലീജിയനായി, ഒരു ബാരൻ ടെമ്പിളായി, ഇത് ദൈവിക ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കുവാൻ കഴിയാത്ത ഒരു കേവലം മതമായി ഇത് മാറി. ആലോചിച്ച് നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തിയിൽ തുടങ്ങുന്ന ദൈവസഭയുടെ ഉദ്ദേശം അതല്ലായിരുന്നു. It started as a movement, അല്ലേ? ഒരു പ്രസ്ഥാനമായിട്ടല്ല ഇത് തുടങ്ങിയത്. ഇതൊരു മുന്നേറ്റമായിരുന്നു, ഇതൊരു മൂവ്മെന്റ് ആയിരുന്നു. ഗ്രാജുവലി എന്താ സംഭവിച്ചത്? 2000 വർഷത്തിന് ശേഷം നാം തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റുള്ള മതങ്ങളെ കൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡുള്ള ഒരു റിലീജിയൻ. ഓക്കെ, 3-ാം തലമുറ പെന്തക്കോസ്തുകാരാണ് നമ്മൾ പലരും. എന്താണ് 100 വർഷം കൊണ്ട് സംഭവിച്ചത്? ഇതൊരു മുന്നേറ്റമായിരുന്നില്ല. ദൈവം തന്റെ ആത്മാവിനെ തന്റെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് പല കാര്യങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവം വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് തുടങ്ങിയെടുത്ത ഒരു മൂവ്മെന്റ് അല്ലായിരുന്നോ ഇത്? 100 വർഷത്തിൽ എന്താ സംഭവിച്ചത്? ഈ സ്ഥാപനങ്ങളെ, നമ്മുടെ ഈ ഓർഗനൈസേഷനെ, സഭകൾ എന്ന് വിളിക്കുന്ന അതിനെ ചുറ്റിപ്പറ്റി ഒരു ടെമ്പിൾ കൾട്ട് ഉണ്ടായില്ലേ? ഒരു ടെമ്പിൾ റിലീജിയൻ ഉണ്ടായില്ലേ? ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിലീജിയൻ. ഇതിനെ ചുറ്റിപ്പറ്റിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ. നമ്മൾ ആ ഒരു മിഷൻ, ഒരു ദൗത്യം മറന്നുപോയില്ലേ? എന്തിനാണ് നമ്മെ വിളിച്ചത്? സഭ എന്തിനാണ്? സഭയുടെ ഉദ്ദേശം എന്താണ്? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന, ദൈവരാജ്യത്തിന്റെ സുവിശേഷം അതിന്റെ ശക്തിയോടെ വെളിപ്പെടുത്തുവാൻ ദൗത്യം വെച്ചിരുന്ന പലരും ഇന്ന് സംഘടനാ പൊളിറ്റിക്സിൽ കയറി ഇറങ്ങിയാണ്. പേരിനു വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടി, സ്ഥാനത്തിനു വേണ്ടി, ഈ ലോകത്തിലെ മാനങ്ങൾക്ക് വേണ്ടി ആത്മിക അന്ധത ബാധിച്ച്, ആത്മിക തിമിരം ബാധിച്ച് ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലീജിയന് ചുറ്റും നിന്ന് ജീവിതം കളയുക ചെയ്യുന്നു. അപ്പോൾ ആ ഭാഗം മനസ്സിലാക്കുമ്പോൾ മാത്രം മനസ്സിലാവുള്ളൂ, ഇല മാത്രമുള്ള ഫലമില്ലാത്ത ഒരു റിലീജിയൻ. അതാണ് ഇവിടെ പറയുന്നത്. എ ടെമ്പിൾ which appears to be fruitful. ആലോചിച്ചു നോക്കേ, ആ ടെമ്പിളിന്റെ ആ പ്രൗഢിയൊക്കെ കാണണമെങ്കിൽ ഒരു ഭാഗം മാത്രം നിങ്ങളെ കാണിക്കാം. അതിന്റെ 13-ാം വാക്യത്തിലേക്ക്, 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്ന് കാണുമ്പോൾ, അവൻ ദേവാലയത്തെ വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇതാ ഇങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് ചോദിച്ചു. യേശു അവനോട്, നീ ഈ വലിയ പണി കാണുന്നുവോ? എന്താ, ഇലയൊക്കെ അങ്ങ് തിങ്ങി നിൽക്കുകയാണ്. ജോസിഫസ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെ രസകരമായിട്ട് തോന്നി. 3 പേര് ഇങ്ങനെ വട്ടം പിടിക്കാൻ നോക്കിയാലും ഒരു പില്ലറ്, ഒരു തൂണ് പിടിക്കാൻ പറ്റുകയില്ല. അത്ര വലിയ സാധനമാണ് പണിത് വെച്ചിരിക്കുന്നത്.
പ്രൗഢിയുണ്ട്, പ്രൗഢഗംഭീരമായ അതിഭയങ്കരമായ ഒരു റിലീജിയസ് സെറ്റപ്പ്. ഒന്നിനും കുറവില്ല. പണമുണ്ട്, പണത്തിന്റെ വാണിഭക്കാരുണ്ട്, നേതാക്കന്മാരുണ്ട്, പ്രൗഢഗംഭീരമായ പല കാര്യങ്ങളുണ്ട്. എന്നാൽ യേശുക്രിസ്തു നോക്കി പറയുക, ഇതിനകത്ത് പൊള്ളയായിട്ടുള്ള ഒരു മതമാണുള്ളത്. ഫലമില്ലാത്ത മച്ചിയായ വന്യത പ്രാപിച്ച തരിശായി കിടക്കുന്ന ഒരു ഭൂമിയായത്. അതല്ല എന്റെ ഉദ്ദേശം. അതിനപ്പുറമായി ദൈവരാജ്യത്തെ കുറിച്ച്, ഈ സഭയെ കുറിച്ച്, ഞാൻ പണിയുന്ന സഭയെ കുറിച്ച് എനിക്ക് വലിയ ഉദ്ദേശമുണ്ട്. ഈ ടെമ്പിളിനെ കുറിച്ച് ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ജാതികൾ വന്ന് ജാതികൾക്ക് പ്രകാശമായി തീരേണ്ട ഒരു പ്രത്യേക സ്ഥലമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഞാൻ എക്സാമ്പിൾസ് ഒന്നും എടുക്കാൻ കാര്യം ഇപ്പൊ പേടിയാ. കാര്യം വല്ലവരും തല്ലാനും കൊല്ലുവാനും ഒക്കെ വരുമെന്നൊക്കെ പേടിയാ. കാര്യം ഗുണ്ടായിസൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാം ഒക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഫേസ്ബുക്കിൽ നമ്മളെ ഇട്ട് കളയും, വെട്ടാൻ വരും, കുത്താൻ വരും. കാരണം ഇതിനകത്തെല്ലാം ഉണ്ടെന്നേ. ഒരു ഓർഗനൈസ്ഡ് റിലീജിയന്റെ എല്ലാം ഉണ്ട്. ഒന്നെങ്കിൽ തൂലിക ചലിപ്പിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മെ ആക്ഷേപിക്കും, അല്ലെ കേസ് കൊടുക്കും. കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി. ഇത് വായിച്ചു കഴിയുമ്പോൾ, ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാൻ വളരെ രസകരമായിട്ട് തോന്നി അതിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടതിന് എങ്ങനെ എന്ന് അന്വേഷിച്ചു. ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്ന അതല്ലേ? ഇത് വല്ലോ ഒന്ന് പറഞ്ഞു പോയാൽ തീർന്നു. ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻ, ഫലമില്ലാത്ത ചട്ടക്കൂടുകൾ, അതിൻ്റെതായ അനുഷ്ഠാനങ്ങൾ, നേതൃത്വ നിരകൾ, ഗംഭീരമായ പല കാര്യങ്ങൾ. പക്ഷെ അകത്ത് നോക്കിയാൽ അറിയാം ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണോ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ പ്ലാനുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അതിൽ നിന്ന് മൈലുകൾ മാറിപ്പോയി കേവലം ഒരു സ്ട്രക്ചറായി ഇലകൾ മാത്രമുള്ള, വിശക്കുന്നവന് ഫലം കൊടുക്കുവാൻ കഴിയാത്ത ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻ. അതായിപ്പോയില്ലേ 100 വർഷത്തിൽ പെന്തക്കോസ്റ്റലിസം. കേരളത്തിൽ നോക്കിക്കേ, ആരോടെങ്കിലും സുവിശേഷം പറയാൻ പറ്റുമോ? അവര് തിരിച്ച് നമ്മളോട് സുവിശേഷം പറയും. പ്രത്യേകിച്ച് കുമ്മനാട് ഭാഗത്ത് ഫലമില്ലാത്ത ഒരു ആത്മീയത. നിങ്ങളെ ഒരു ഭാഗത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെയും ഈ വേർഡ് സ്റ്റഡീസ് നടത്തുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ നോക്കിയായിരുന്നു. അതിന്റെ 11-ാം അധ്യായത്തിന്റെ ആ 14-ാം വാക്യത്തിന്റെ അവസാനം ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് ശിഷ്യന്മാർ കേട്ടു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അതിനുശേഷം അതിന്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ, അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും, ഇവർ രണ്ടുപേരും കേട്ടു. എന്നാൽ ആദ്യം കേട്ടവർക്ക് ഒരു ബോധമുണ്ടാകണം, നാളെ ഇത് ഞങ്ങൾക്കും സംഭവിക്കാം. ഇവരെ മാറ്റി ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ, ഇത് കണ്ടപ്പോൾ, ഈ അത്തിവിഷം കരിഞ്ഞു പോയപ്പോൾ അവരൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ വിളിച്ചത് പ്രത്യേക ഒരു ദൗത്യത്തിന് വേണ്ടിയാ, ഫലം കൊടുപ്പാന്. നാളെ ഞങ്ങൾക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഫലമില്ലാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ അത്തി ഉണങ്ങിയതുപോലെ ഞങ്ങളും നാളെ ഉണങ്ങിപ്പോ. ഞാൻ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പെട്ടെന്ന് ഒരു ജമ്പ് അവിടെ നിന്ന് നടത്തുവാൻ പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പാസ്റ്റർ ജോ ആ ഭാഗങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇലയെ എന്ന് കാണാൻ വേണ്ടി ആ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. 21-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ഭാഗം പിന്നെയും നാം കാണുന്നത്. 21-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള ഭാഗത്താണ് ഇതേ ആ സംഭവം അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ മർക്കോസ് എഴുതുന്നത് പോലെ 2 ഭാഗങ്ങളായിട്ട് ആ സംഭവം എഴുതുന്നില്ല. എന്നാൽ മനസ്സിലാക്കണം, അതിന് മുമ്പുള്ള വാക്യങ്ങളിൽ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ
ഇപ്പോൾ മത്തായി ആ സംഭവം എഴുതിയിട്ടുണ്ട്. എന്നാൽ മർക്കോസ് എഴുതിയതുപോലെ വളരെ വ്യക്തതയോടെ ഒരു സാൻഡ്വിച്ച് കൺസ്ട്രക്ഷനിൽ ഇത് മർക്കോസ് എഴുതുന്നുണ്ട്. എന്നാൽ മത്തായി ഇതിനെ കുറിച്ച് എഴുതുന്നില്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷം അവസാന ഭാഗം വരുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാം. അതിന്റെ 43-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാം ഇവിടെ എന്താണ് സംഭവിച്ചത്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിന്റെ അർത്ഥം മനസ്സിലായോ? എന്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്? ഇല മാത്രം ഫലമുണ്ടെന്ന് തോന്നിക്കുന്ന പടർന്ന് പന്തലിച്ച ഒരു റിലീജിയൻ നിങ്ങൾക്കുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം നിങ്ങളിൽ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് വലിയ ഒരു ആഹ്വാനം കൊടുക്കുകയാണ്. അതിൽ നിന്ന് ഫലം കൊടുക്കുന്ന ജാതിക്ക്. ആ ഭാഗം 23-ാം അധ്യായത്തിലാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. 23-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എനിക്കറിയാം വളരെ മനോഹരമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന, വളരെ ആഴമായിട്ട് പഠിപ്പിക്കുന്ന എന്റെ പ്രിയ സഹോദരൻ ജോ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ ഒന്നും ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് ഇലകൾ മാത്രം എന്ന് കാണിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ഇതിന്റെ 23-ാം അധ്യായത്തിൽ വരുമ്പോൾ അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ഇപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇതുപോലെ ഫലമില്ലാത്ത ബാഹ്യമായ ചട്ടക്കൂടുകളുള്ള അവരായിട്ട് നിങ്ങൾ മാറരുത്. അതിനപ്പുറമായിട്ട് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് 23-ാം അധ്യായം മുഴുവനായി വായിക്കുമ്പോൾ പിന്നെയും നമുക്കത് വളരെ രസകരമായിട്ട് തോന്നും. പിന്നെയും അവരോട് പറയുന്നത് കപടഭക്തിക്കാരെ. എന്താ സംഭവിച്ചത്? എന്താ കപടഭക്തി എന്ന് പറഞ്ഞാൽ? ഫലമില്ല, എന്നാൽ ഫലമുണ്ടെന്ന് തോന്നിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം എന്ന് നന്നായിട്ട് വ്യക്തമാക്കി ഞാൻ തരാം. ഈ ഹിപ്പോക്രിറ്റ്സ് എന്നുള്ള പദം വരുന്നത് തന്നെ, ഹിപ്പോക്രിറ്റ്സ് അതിന്റെ അർത്ഥം, അതിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ an actor, ഒരു അഭിനയിക്കുന്ന മനുഷ്യൻ, എ സ്റ്റേജ് പ്ലെയർ. അന്നൊക്കെ നമ്മൾ ശരിയായിട്ടുള്ള ആ മുഖം വെച്ചല്ല അവര് സാധാരണ ആക്ട് ചെയ്യുന്നത്. അവർക്കൊരു മാസ്ക് ഉണ്ടായിരുന്നു. ഒരു മാസ്ക് വെച്ചിട്ട് they used to speak behind the mask. നമ്മുടെ മാസ്ക് നമ്മൾ ഇവിടെ മാത്രമാണ് വെക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ അവർ ഏത് ഒരു ആ ക്യാരക്ടറിനെയാണോ പോർട്രേ ചെയ്യുന്നത് അത് ഒരു മാസ്ക് ആയിട്ട് വെച്ച് അതിൽ നിന്ന് they speak from the underneath so that people can understand those are the characters. അതുകൊണ്ട് ഹിപ്പോക്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കപടഭക്തിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ആക്ടറാണ്. ഇവന് പ്രശ്നം എന്ന് പറയുന്നത് ഇവന് ഫലമില്ല, എന്നാൽ കാണിച്ചു കളയും ഇവന് ഫലമുണ്ടെന്ന്. എനിക്ക് പല ഉദാഹരണങ്ങൾ എന്റെ മനസ്സിൽ വരുന്നു. ഇന്ന് സഭയിലൊക്കെ സംഭവിച്ചത് അതല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ അറിയുന്ന, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പെൺകുഞ്ഞിന് ഒരു കല്യാണ ആലോചനയ്ക്ക് വേണ്ടി ശ്രമിച്ചു. അപ്പോൾ കേരളത്തിൽ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. ഈ കൊച്ച് നോർത്ത് ഇന്ത്യയിൽ വളർന്നു, MBBS ഒക്കെ ചെയ്ത് വളരെ ആത്മീയമായിട്ട് നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അപ്പനോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് എന്നെ സംസാരിച്ച ശേഷം മാത്രമേ ഞാൻ കല്യാണത്തിന് തീരുമാനമെടുക്കുന്നുള്ളൂ. അപ്പോൾ പുറമെ കണ്ടപ്പോൾ വളരെ ആക്റ്റീവാണ്, വർഷിപ്പ് ലീഡറാണ്, ഗിറ്റാർ വായിക്കും, ഇതൊക്കെ കണ്ടു. അവൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ അക്കൗണ്ട് എന്നതാ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിന്റെ പേര് കേട്ടപ്പോ തന്നെ അവക്ക് മതിയാടാ, ഇത് വേറെ സംഭവമാണ്. കാര്യം ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു പേരുണ്ടല്ലോ, അത് കേട്ടപ്പോ തന്നെ മനസ്സിലായി എനിക്ക് പറ്റുന്ന കാര്യമല്ല ഇത്. പിന്നെ അവള് കയറി കുറച്ച് ഫോട്ടോസൂടെ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി, എടാ ഈ പുറമെ കാണിക്കുന്നതും ഇതും തമ്മിൽ. അപ്പനോടും അമ്മയോടും പറഞ്ഞു,
എനിക്ക് ഈ സംഗതി വേണ്ട എന്ന് സംസാരിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ആത്മീകമായ ഒരു കാഴ്ചപ്പാടുമില്ല. ഒരു കാഴ്ചപ്പാടും. വളരെ കഷ്ടമെന്ന് തോന്നട്ടെ, വളരെ കഷ്ടമെന്ന് പറയട്ടെ. നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ഇപ്പൊ മാസ്ക് എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ. ഈ കപടഭക്തി ഫലമുണ്ടെന്ന് തോന്നിക്കുന്ന സ്റ്റേജിലുള്ള അപ്പിയറൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ദേ ആർ സ്റ്റേജ് പീപ്പിൾ, സ്റ്റേജ് പ്ലെയേഴ്സ് എന്ന് അവരെ കുറിച്ച് പറയുന്നത്. സ്റ്റേജ് പ്ലെയേഴ്സ്. നമ്മളും ഇന്ന് അതല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാന്ന് തോന്നുന്നു, ഇവിടെയുള്ള ബാംഗ്ലൂരിലുള്ള ഒരു സഭയിൽ അവിടുത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ എന്നോട് പാസ്റ്റർ പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ഈ പിള്ളേരൊക്കെ ഇവിടെ സ്റ്റേജിൽ വലിയ പെർഫോമൻസ് ഒക്കെയാ, ആ ആരാധന സമയം കഴിയുമ്പോൾ അടുത്തുള്ള ബേക്കറിയിൽ ഇവന്മാര് പോയിരുന്ന ചായയും പഫ്സും കുടിക്കും. പിന്നെ ഇടയ്ക്ക് ഒരു പാട്ട് പാടണമെന്ന് വെച്ചാൽ ഇവന്മാരെ ഒന്നും കിട്ടുകയില്ല. കാരണം ഇതെന്തായിട്ട് മാറിയെന്നറിയാമോ? സ്റ്റേജ് പെർഫോമൻസ്. ഇവർക്ക് ഈ ആരാധനയും ഈ കാണിക്കുന്ന കാര്യങ്ങളും തമ്മിൽ, അവരുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നേ. ഒരു സ്റ്റേജ് പ്ലെയറായി മാറി നാം പുറമെ കണ്ടു കഴിഞ്ഞാൽ നാം വിചാരിക്കും അയ്യോ ഫലമുണ്ടല്ലോ എന്ന്. അടുത്ത് ചെന്ന് എന്ന് സംസാരിച്ചു നോക്കുമ്പോഴറിയാം ആത്മിക കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഫലമില്ലാതെ തരിശായി കിടക്കുന്ന, വന്യത ബാധിച്ച, മറ്റുള്ളവർക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് നമ്മുടെയൊക്കെ നേതാക്കന്മാരെന്ന് പറയുന്നത്. കാര്യം ഞാൻ ആ ഓർഗനൈസ്ഡ് റിലീജിയനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ എല്ലാം ചുറ്റുവട്ടത്തില്ല. എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ, ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. ഇതൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ, ആരെയും കുറ്റം പറയല്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ ആ മനസ്സിന് ആ ഒരു വിഷമം കൊണ്ട് പറയുന്നത്. ഒരു മാധ്യമ പ്രസ്ഥാനത്തെ ഒരു വിങ്ങിന്റെ ഡയറക്ടറായിട്ടൊക്കെ ഇത് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചൂടാ, ഈ പുള്ളി ഭയങ്കര ഒരു പാഷനോട് കൂടിയാണല്ലോ ഇത് ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചു. ഒരു ദിവസം ഫോണിൽ സംസാരിച്ചപ്പോ പറഞ്ഞു, എടാ നീ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ ഇപ്പം. അന്നേരം പുള്ളി പറഞ്ഞത്, എടാ ഒരു 10 പേരൊക്കെ അറിയണ്ടേ, ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു, ഇപ്പം എന്നെ എവിടെ പോയത് പറഞ്ഞാലും ആൾക്കാർ അറിയാം, കാര്യം 10 പേരൊക്കെ അറിയണ്ടേ. ഞാൻ വിചാരിച്ചോടാ ഇതിന് ആ മിഷനോടുള്ള വലിയ ഒരു ആകാംക്ഷ കൊണ്ടാ ഇത് ചെയ്യുന്നത്. എന്നാൽ ആ ഒരു റിലീജിയസ് ആ സെറ്റിംഗ് എന്ന് നോക്കണം. ടെമ്പിൾ റിലീജിയൻ, ടെമ്പിൾ കൾട്ടിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു കാര്യങ്ങളൊക്കെയാ ഇവിടെ കാണുന്നത്. ഞാൻ 23-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പരീശന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ ഇന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം ആരെ കുറിച്ച് യേശു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആരെ നോക്കി ഇത് പറഞ്ഞു. ഞാൻ എന്റെ വാഗൊണ്ട് പറയുകയല്ല, നിങ്ങൾ അന്ന് ചിന്തിച്ചാൽ മതി. കുറച്ച് ഭാഗങ്ങൾ എന്ന് വായിക്കാം. 7-ന്റെ 3-ാം വാക്യം എന്ന് വായിക്കുമ്പോൾ, പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച്. ആരുടെയാ? ദ ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ്. നമ്മൾ എങ്ങനെയാ പറയുന്ന ചില കാര്യങ്ങൾ? ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ്. അത് ദൈവവചനം അനുശാസിക്കുന്നില്ല, തോറയിൽ അതില്ല. അവര് സാധാരണക്കാരൊന്നുമല്ല. ഫാരിസീസ് എന്ന് പറയുന്നത് അതിനെ അതുപോലെ അണുവിട വിടാതെ മെറ്റിക്കുലസ് ആയിട്ട് 613 കമാൻഡ്മെന്റ്സ് അതുപോലെ ഫോളോ ചെയ്തതാ. അത് പോരാഞ്ഞിട്ട് they had the tradition of the elders, പൂർവന്മാരുടെ സമ്പ്രദായം. പിന്നെ ഇങ്ങോട്ട് 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗം, അവർക്ക് പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു. എന്താ? അവർക്ക് ചട്ടങ്ങളുണ്ട്, ട്രഡീഷൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ ട്രഡീഷൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. ഹ്യൂമൻ ട്രഡീഷൻസ്. എന്താ ഇവിടുത്തെ പ്രശ്നം? ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. അതിന്റെ 13-ാം വാക്യം, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ആരെ കുറിച്ചാ പറയുന്നത്? ഇപ്പോൾ അവർക്ക് ട്രഡീഷൻസ് ഓഫ് എൽഡേഴ്സ് ഉണ്ട്, അവരുടെ ചട്ടങ്ങളുണ്ട്, ഹ്യൂമൻ ട്രഡീഷൻസ് ഉണ്ട്. എന്നാൽ
ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇലയായിട്ട് ആ ഭാഗമെല്ലാം വായിക്കുമ്പോൾ there is a difference between what is outside inside. ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ട്. അത് ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഔട്ട്സൈഡ് ഇൻസൈഡ് ടെൻഷൻ, ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള എക്സ്റ്റേണൽ ഇന്റേണൽ ടെൻഷൻ. എക്സ്റ്റേണൽ ഇന്റേണൽ ടെൻഷൻ, ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എന്താ അതിന്റെ എല്ലാം അന്തസത്ത എന്ന് പറയുന്നത് ഇലയും ഫലവും തമ്മിലുള്ള വ്യത്യാസം. ഔട്ട്സൈഡ് ഇൻസൈഡ്, ഔട്ട്സൈഡിൽ വേറെ ഇൻസൈഡിൽ വേറെ. എക്സ്റ്റേണൽ ഇന്റേണൽ, ബാഹ്യവും ആന്തരികവുമായുള്ള കാര്യങ്ങൾ, വലിയ ഒരു വ്യത്യാസം, വലിയ ഒരു അന്തരം. അത് ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ വായിച്ചപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ഒരു ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറയണം, അത് ഫലമാണോ അതോ ഇലയാണോ? അവിടെ എഴുതിയിരിക്കുന്നത് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്താ ഇല? എക്സ്റ്റേണൽ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നു. അവർക്ക് ട്രഡീഷൻസിന് കുഴപ്പമില്ല, കപട ഭക്തിക്ക് കുഴപ്പമില്ല, ചട്ടക്കൂടുകളുണ്ട്, അവരുടെ ട്രഡീഷൻ ഉണ്ട്. എന്നാൽ അവർ അവരുടെ സമ്പ്രദായത്താൽ ദൈവ കൽപ്പന ദുർബലമാക്കിയവരാ. പറയുന്നതിന് ഒരു കുഴപ്പമില്ല, എത്ര വേണേലും അന്യഭാഷ പറയും, അതരം കൊണ്ട്. എന്നാൽ അതും ഇതുമായിട്ട് ഹൃദയവുമായിട്ട് യാതൊരു, there is a tension between external and internal, outside and inside, leaves and fruits. ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ പലപ്പോഴും ഒക്കെ ചിന്തിക്കും, നമുക്ക് ഇന്ന് ഇപ്പോൾ നമ്മുടെ ആരാധനയ്ക്കും അത് നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും ഒന്നും ഒരു കുഴപ്പമില്ല അല്ലെ? അതരം കൊണ്ട് നമ്മൾ എന്തേലും. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഭാര്യയോട് ഇവിടെ വന്നു. പാസ്റ്റർ ഭാര്യയോട് പ്രാർത്ഥിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഒരു തോന്നല്, എടാ പാസ്റ്ററാണ് അതോ ഭാര്യയാണ് പ്രാർത്ഥിക്കുന്നത്? കാര്യം ഇവർ രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിക്കുക. കാര്യം അധനം കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്ക് പ്രാസം ഒപ്പിച്ച് പറയുന്ന പാസ്റ്റർമാരുണ്ട്, ആ വാക്കുകളിട്ട് അമ്മാനമാടുന്ന പാസ്റ്റർമാരുണ്ട്, മലയാളത്തിൽ പോലും ഒന്നും പിള്ളേർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. അധരം കൊണ്ട് എന്ത് എക്സസൈസും കാണിപ്പാൻ നാം തയ്യാറാണ് അല്ലെ? നമുക്ക് ഇപ്പൊ പുതിയൊരു ഒരു പ്രവണത എന്ന് പറയുന്നത്, ഞങ്ങൾ ബൈബിൾസ് കോളേജിലൊക്കെ ഞാനും ജോയും ഒക്കെ ഈ അവസാനത്തെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇവരോടൊക്കെ പിള്ളേരോടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, അവർക്ക് എല്ലാവർക്കും ഒരു 30-40% ആൾക്കാർക്ക് ഇപ്പോഴത്തെ മിനിസ്ട്രി എന്താണെന്ന് അറിയാമോ? വർഷിപ്പ് ലീഡിങ്. പുതിയ നിയമത്തിൽ 5 പ്രധാന മിനിസ്ട്രിയാ ഉള്ളത്. ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ പറയും 6ാമത്തെ ഒന്നുകൂടെ നമ്മൾ തുടങ്ങി. കാര്യം ഇവർക്ക് എല്ലാവർക്കും ഇതാ പരിപാടി. ശകലം എന്തേലും, ചിലരൊക്കെ കൈ പോലും നന്നായിട്ട് അടിക്കാൻ വയ്യാത്തവരും വർഷിപ്പ് ലീഡേഴ്സാണ്. മനസ്സിലാക്കണം, അധരം കൊണ്ട് എന്തും ചെയ്യുവാൻ നാം തുനിയുന്നു. എന്നാൽ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് മാറിയ ഒരവസ്ഥ. എനിക്കറിയാം, നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മറന്നു കിടന്ന് തുപ്പുന്ന പോലെ തോന്നും. എന്നാൽ ഇത് വിഷമം കൊണ്ടാണ് പറയുന്നത്. ദൈവവചനം അത് മനസ്സിലാക്കുമ്പോൾ, അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് 100 വർഷത്തിൽ ഇതല്ലേ സംഭവിച്ചത്? യേശു ക്രിസ്തു ഇവരെ പറഞ്ഞത് നമ്മളോട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കപട ഭക്തിക്കാരെ എന്ന് നമ്മോട് ഒരു നന്നായിട്ട് വിളിക്കയില്ലേ എന്ന് തോന്നിപ്പോന്നുമാറ് ഉള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് 23-ാം അധ്യായത്തിൽ കാണുന്നത്. നിങ്ങൾ 23-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ പെട്ടെന്ന് കാണിക്കാം. നിങ്ങൾ പറയണം, അത് ഇലയാണോ ഫലമാണോ എന്നുള്ളത്. 23-ാം അധ്യായം, എനിക്കറിയാം ജോ ആ ഭാഗങ്ങൾ വായിച്ചു എന്നുള്ളത്. 23-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇവയെ മറിച്ചു കളയുകയും ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യും. എന്താ? എക്സ്റ്റേണൽ വേഴ്സസ് ഇന്റേണൽ.
അതിനെക്കുറിച്ച് വായിക്കുന്നത് ഇവര് കടുക് പോലും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് 10ാമത്തെ കടുക് വേറെ ഇടും. അത്ര മെറ്റിക്കുലസ് ആയിട്ട് ഇത് ഫോളോ ചെയ്തിരുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. നമ്മളെ കൂട്ടൊന്നുമല്ല. അടുത്ത 25ാം വാക്യം നിങ്ങൾ പറഞ്ഞേ, അത് ഇലയാണോ ഫലമാണോ എന്നുള്ളത്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ വെടിവാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. എന്താ? Again, a tension between external and internal, leaves versus fruits. അതിന്റെ 27, വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായിട്ട് ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. എനിക്കറിയാം, വളരെ ഹാർഷായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്, വളരെ ഹാർഷായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. എന്നാൽ മനസ്സിലാക്കണം, ഇന്ന് നന്നായിട്ടെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നാം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാൻ ഒരു ഭാഗോടെ പറഞ്ഞ് എൻ്റെ സമയം അവസാനിച്ചതുകൊണ്ട് ഒരു ഭാഗോടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എന്താണ് ഒരു പോംവഴി? ഞാൻ കാണുന്ന ഒരു പോംവഴിയേ ഉള്ളൂ. ഒന്ന്, മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 11ാം അധ്യായത്തിന്റെ 15ാം വാക്യം വായിക്കുമ്പോൾ ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ഇപ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു, അവൻ ശുദ്ധീകരിപ്പാൻ തുടങ്ങി. ഇപ്പോൾ എന്താണ് സംഭവിക്കേണ്ടതെന്ന് അറിയാമോ? നമ്മുടെയൊക്കെ സഭകളിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രസ്ഥാനങ്ങളെ കുറിച്ച്, സഭകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് പറയുവാൻ നമുക്ക് പേടിയാ, അല്ലേ? എന്റെ ജീവിതത്തെ തന്നെ നോക്കി പറയുകയാണ്, am I a reservoir of God's blessing or am I a channel of God's blessing? ഇതിന്റെ ഒരു സംഭരണ ഭരണിയായി മാറിയോ, അതോ ദൈവത്തിനു വേണ്ടി മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ, മറ്റുള്ളവർ ദൈവത്തെ കാണുന്ന, മറ്റുള്ളവർ രാജ്യത്തിന്റെ സുവിശേഷം കേൾക്കുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്ന ഒരു ചാനലായി ഞാൻ മാറിയോ എന്ന് ചിന്തിക്കുന്നത് വളരെ നന്നാണ്. എത്ര നാളായി വല്ലവരോടും എന്ന് സുവിശേഷം പറഞ്ഞിട്ട്? എത്ര നാളായി ദൈവനാമത്തിൽ എന്തെങ്കിലും എന്ന് ചെയ്തിട്ട്? നമ്മള് സഭയുണ്ട്, അതിന്റെ ചട്ടക്കൂടുകളുണ്ട്, അതിന്റെ പല കാര്യങ്ങളുണ്ട്, അതിൽ വളരെ ആക്റ്റീവാണ്. എന്നാൽ ഫലം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ടെമ്പിൾ റിലീജിയന്റെ ഭാഗമാണോ, അതോ യഥാർത്ഥമായി ഫലം കൊടുക്കുന്ന രീതിയിൽ വ്യക്തിപരമായി, കുടുംബങ്ങളായി, ഒരു സഭയായി മാറിയിട്ടുണ്ടോ? ചിലപ്പോൾ നമുക്കൊക്കെ സഭയെ കുറിച്ച് വളരെ ഒരു അഭിമാനം കാണും. ഞാൻ ന്യൂ ലൈഫ് ഏജിയുടെ മെമ്പറാ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, ആ ഒരു ടെമ്പിൾ റിലീജിയന്റെ ചട്ടക്കൂടിൽ നിൽക്കുകയാണോ, അതോ അതിനപ്പുറമായി സഭ വീണ്ടും ആൾക്കാർ വരുന്ന കുമ്പനാട്, കടപ്ര പ്രദേശങ്ങളിൽ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്ന എന്റെ കുടുംബം, എന്റെ ജീവിതം, ഇത് ജാതികൾക്ക് വേണ്ടിയുള്ളതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതാണ്, ഫലമുണ്ടാക്കേണ്ടതാണ്. ഒന്ന്, ദേവാലയത്തിൽ കടന്ന് ശുദ്ധീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്ന് ഒരു ശുദ്ധീകരണ കലശം തന്നെ നടത്തട്ടെ. അവൻ ചെത്തി വെടിപ്പാക്കട്ടെ. അധികം ഫലം കൊടുക്കുന്നതിന് ചെത്തി വെടിപ്പാക്കട്ടെ. കപട ഭക്തിയുടെ ആ മാസ്ക് അവൻ വലിച്ചു കീറി എറിയുന്ന ഒരവസ്ഥയിലേക്ക് വരട്ടെ. ഇന്നലെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ടച്ച് നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ രാത്രിയിൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന്റെ ഫലം കൊടുക്കുവാൻ വിളിക്കപ്പെട്ട, ദൈവരാജ്യത്തിന്റെ ശക്തിയെ, അതിന്റെ പ്രഭാവത്തെ, അതിന്റെ സ്വാധീനത്തെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ വിളിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവജനം.
ക്രമേണ ഒരു ഓർഗനൈസ്ഡ് റിലീജിയന്റെ ഒരു മതഭക്തിയിൽ നാം മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ഒരു സ്വയം സേവിക്കുന്ന സെൽഫ് സെർവിംഗ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ റിലീജിയന്റെ ഒരു മതഭക്തിയുടെ ഭാഗമായി മാറി ഫലം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു തിരിച്ചുവരവിന്റെ സമയമായി മാറട്ടെ പ്രിയപ്പെട്ടവരെ. കേവലം ബാഹ്യമായ ചില കാര്യങ്ങൾ, ആന്തരികമായ കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റി, a Pharisaic religiosity versus a true spirituality, ഒരു പരീക്ഷ മതത്തിൽ നിന്ന് നമ്മെ ദൈവം വിടുവിച്ച് ശരിയായിട്ടുള്ള ശിഷ്യത്വത്തിന്റെ ആത്മീയതയിലേക്ക് ഈ മീറ്റിങ്ങുകളിലൂടെ ദൈവമായ കർത്താവ് നമ്മെ നടത്തുമാറാകട്ടെ. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്, ഒരു ചെത്തി വെടിപ്പാക്കൽ ആവശ്യമാണ്. അധികം ഫലം കായ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ മാസ്കുകളെ, നമ്മുടെ ആ ഹിപ്പോക്രിറ്റ്സ് ആയിട്ടുള്ള, ആക്ടേഴ്സ് ആയിട്ടുള്ള മതഭക്തിയിൽ മറ്റുള്ളവർക്ക് ഫലം ഉണ്ട് എന്ന് തോന്നിക്കുന്ന ആ കപട ഭക്തിയുടെ മാസ്കുകളെ കർത്താവ് വലിച്ചെറിഞ്ഞ് കീറിമുറിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയുന്ന, ഫലം കായ്ക്കുന്ന ദൈവസഭകളായി, കുടുംബങ്ങളായി, വ്യക്തികളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളെ ചെത്തിവെടിപ്പാക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ മാസ്കുകളെ കീറി വലിച്ച് കളയണമേ, പുതിയ ലെൻസ് ഞങ്ങൾക്ക് തരണമേ, ഒരു സെക്കൻഡ് ടച്ച് ഈ ദിവസങ്ങളിൽ തരണമേ. ശിഷ്യത്വത്തിന്റെ ആ മൂല്യങ്ങളെ മനസ്സിലാക്കുവാൻ, ദൈവരാജ്യത്തിന്റെ പ്രഭാവം, അതിന്റെ ആ ഒരു പവർ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കുവാൻ, ഈ ലോകത്തിൽ അതിന്റെ ഏജൻസ് ആയിട്ട് നിൽക്കുവാൻ ഞങ്ങളുടെ ഹ്രസ്വദൃഷ്ടി, ഞങ്ങളുടെ ഭാഗികമായ ദൃഷ്ടി, ഞങ്ങളുടെ ഫലമില്ലായ്മ അതിനെതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഒരു വ്യതിയാനത്തിലേക്ക്, ഒരു സമൂലമായ മാറ്റത്തിലേക്ക് നടത്തണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഈ 2 ദിവസം ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഒന്നിച്ച് പങ്കുവെപ്പാൻ എനിക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദൈവസഭയോടും ദൈവദാസന്മാരോടുമായിട്ടുള്ള ഹൃദയമംഗമായ നന്ദിയെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.